കർത്താവിന്റെ സ്പർശനം കിട്ടിയ ജീവിതങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സഭയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ആരുടെയൊക്കെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായെന്ന് മാത്രമല്ല, തീഷ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും ദൈവിക കാര്യങ്ങളിൽ തൽപരരാകാൻ തക്കവിധത്തിൽ ജീവിതം മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറഞ്ഞു പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ? ഈ സ്പർശനം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വാക്കാണ് എഫാത്ത എന്നുള്ള വാക്ക്. തുറക്കപ്പെടട്ടെ. എന്തെല്ലാം മേഖലകളിൽ നമുക്കൊരു തുറവി വേണമെന്നറിയാമോ? ഇപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഏതെല്ലാം മേഖലകൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാം. ഈ മേഖലയിൽ എന്റെ ജീവിതം അടഞ്ഞു കിടക്കുക, കെട്ടപ്പെട്ട് കിടക്കുക, തുറക്കപ്പെടേണ്ട, വിടുതൽ കിട്ടേണ്ട വിഷയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. കർത്താവിന്റെ സ്പർശനത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു തുറവി ഉണ്ടാവുക. സ്വർഗത്തോടും ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ആത്മരക്ഷയെ പ്രതിയും പിന്നെ ശരീരത്തിന് മാത്രമല്ല, പിന്നെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം നൽകുക, അവന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുക.